الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي أوصيكم إياي أولا بتقوى الله പ്രിയം നിറഞ്ഞ വിശ്വാസിനികളെ, സർവ്വലോക രക്ഷിതാവായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പാലിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ യഥാർത്ഥ മുത്തഖികളായ ഇബാദുകളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. മുസ്ലിമായ മുഅ്മിനായ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിത ലക്ഷ്യം എന്ന് പറയുന്നത് പരലോകമോക്ഷമാണ്. അതായത് നാളെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കലേക്കുള്ള ആ ജീവിതത്തിലേക്ക് വിജയിച്ച് കയറുക എന്നുള്ളതാണ് ഓരോ മുഅ്മിനിന്റെയും ജീവിത ലക്ഷ്യം. ഈ ദുന്യവിയായ ജീവിതം കൊണ്ടുള്ള ജീവിത ലക്ഷ്യം എന്ന് പറയുന്നത് ഇഹലോകത്തും പരലോകത്തും വിജയിക്കാൻ ആവശ്യമായ എല്ലാ കാര്യങ്ങളും നമ്മുടെ റബ്ബ് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. റബ്ബ് പിന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് പഠിപ്പിച്ചു കൊടുത്തു. ആ പ്രവാചകനും നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന ആ കൽപ്പനാ നിർദ്ദേശങ്ങൾ നാം നമ്മുടെ ജീവിതത്തിൽ കൃത്യമായി പുലർത്തിയാൽ മാത്രമേ, അത് കൃത്യമായിട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് നമ്മുടെ മരണത്തെയും മരണാനന്തര ജീവിതത്തെയും സന്തോഷത്തോടു കൂടെ വരവേൽക്കാൻ സാധിക്കുകയുള്ളൂ. അല്ലാത്ത പക്ഷം അള്ളാഹുവിന്റെ ആ പ്രവാചകന്റെ ആ കൽപ്പനാ നിർദ്ദേശങ്ങൾ നാം ജീവിതത്തിൽ കൃത്യമായിട്ട് നിർവഹിച്ചിട്ടില്ലെങ്കിൽ നാം നിരന്തര ഖേദത്തിനും ദുഃഖത്തിനും കാരണക്കാരായി മാറും. ഈ ലോകത്ത് ജനിച്ചു വീണിട്ടുള്ള, ഈ ഭൂലോകത്ത് ജനിച്ചു വീണിട്ടുള്ള മുഴുവൻ ആളുകളും ഒരു നാൾ മരിക്കും. അതൊരു യാഥാർത്ഥ്യമാണ്. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, നിശ്ചയമായും എല്ലാ ആത്മാക്കളും മരണം രുചിക്കുന്നതാണ്. ഒരു സംശയമില്ലാത്തൊരു കാര്യമാണ്. ആ മരണമാണ് നാളെ റബ്ബിന്റെ അടുക്കലുള്ള ആ പരലോക ജീവിതത്തിന്റെ ആദ്യ കവാടം, ആദ്യ പടി എന്ന് പറയുന്നത്. ആ മരണമാണ് നാളെ റബ്ബിന്റെ അടുക്കലുള്ള ആ പരലോക ജീവിതത്തിന്റെ തുടക്കം എന്ന് പറയുന്നത്. ആ മരണം രണ്ട് തരത്തിലുണ്ട്. ചില ആളുകളുടെ മരണം വളരെ സന്തോഷത്തിലായിക്കൊണ്ടുള്ള മരണം, അള്ളാഹുവിനെ അനുസരിച്ച് പ്രവാചകനെ അനുസരിച്ച് തിന്മയിൽ നിന്ന് മാറി നിന്ന് നന്മകൾ ചെയ്തിട്ടുള്ള ആളുകൾ, അത്തരത്തിലുള്ളവരുടെ മരണം വളരെ സന്തോഷത്തിലായിക്കൊണ്ടുള്ള സമാധാനത്തോടെയുള്ള മരണം. നാം എല്ലാവരും അത്തരത്തിലുള്ള മരണമല്ലേ ആഗ്രഹിക്കുന്നത്. എന്നാൽ മറ്റു ചില ആളുകളുടെ മരണം വളരെ പ്രയാസത്തോടെ ദുഃഖകരമായ ഒരു ദുർമരണം. അള്ളാഹുവിനെ അനുസരിക്കാതെ, പ്രവാചകനെ അനുസരിക്കാതെ, അള്ളാഹുവിനെ ധിക്കരിച്ചിട്ട് നന്മ ചെയ്യാതെ തിന്മയിൽ മുഴുകി തിന്മയുടെ വാഹകനായിട്ട് തിന്മ പ്രചരിപ്പിക്കുന്ന ആളുകൾ, അത്തരത്തിലുള്ള ആളുകളുടെ മരണം അത് വളരെ പ്രയാസത്തോടു കൂടിയുള്ള വളരെ ദുർമരമായ ഒരു ദുഃഖകരമായ ഒരു മരണമായിരിക്കും.
വിശ്വാസശുദ്ധിയോടെ മരിക്കുന്നവരാണ് യഥാർത്ഥ ഭാഗ്യവാന്മാർ. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള ആളുകളുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിത ലക്ഷ്യം, അതായത് നാളെ അള്ളാഹുവിന്റെ അടുക്കലുള്ള പരലോക ജീവിതത്തിലേക്ക് വിജയിച്ച് കയറണമെന്നുള്ള ആ ലക്ഷ്യം പൂർത്തീകരിക്കപ്പെടാതെ തിന്മകളുടെ വാഹകനായിട്ട്, തിന്മകൾ പ്രവർത്തിക്കുന്നവനായിട്ട് നാം ഈ ലോകത്ത് നിന്ന് വിട പറയുകയാണെങ്കിൽ നമ്മുടെ അവസ്ഥ വളരെ പരിതാപകരം തന്നെയായിരിക്കും. നമ്മൊന്ന് ആലോചിച്ച് നോക്കുക, ഒരു ആത്മവിചിന്തനം നടത്തുക. നാം എത്തരത്തിലാണ് ജീവിക്കുന്നത്? അള്ളാഹുവിനെ അനുസരിക്കുന്നുണ്ടോ? പ്രവാചകനെ അനുസരിക്കുന്നുണ്ടോ? നന്മ ചെയ്യുന്നുണ്ടോ? തിന്മയിൽ നിന്ന് മാറി നിൽക്കുന്നുണ്ടോ എന്ന് നാം ഗൗരവത്തിൽ ആലോചിക്കുക. മരണം വന്നെത്തുമ്പോൾ ഒരു മുഅ്മിനിന്റെ, സത്യവിശ്വാസിയുടെ, അള്ളാഹുവിനെ അനുസരിച്ച് ജീവിച്ചവന്റെ, പ്രവാചകനനുസരിച്ച് ജീവിച്ചവന്റെ, നന്മകൾ പ്രവർത്തിച്ചവന്റെ മരണം എപ്രകാരമായിരിക്കുമെന്ന് പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹു സുമ്മ ഇസ്തഖാമൂ തതനസ്സലു അലൈഹിമുൽ മലായിക അല്ലാ തഖാഫൂ വലാ തഹ്സനൂ വബ്ശിറൂ ബിൽ ജന്നത്തി അല്ലതി കുൻതും തുഅദൂൻ. എന്റെ റബ്ബ് അല്ലാഹു ആണെന്ന് പറയുകയും പിന്നീട് അതനുസരിച്ചിട്ട് ചൊവ്വായി നേരായി നിലകൊള്ളുകയും ചെയ്തിട്ടുള്ള ആളുകളുടെ അടുക്കലേക്ക് അവരുടെ മരണവേളയിൽ തതനസ്സലു അലൈഹിമുൽ മലായിക, മലക്കുകൾ ഇറങ്ങി വരുന്നതാണ്. എന്നിട്ട് സമാധാനത്തിന്റെ, ആശ്വാസത്തിന്റെ വാക്കുകൾ പറഞ്ഞു കൊടുക്കും. അല്ലാ തഖാഫു വലാ തഹ്സനൂ, നീ ഭയപ്പെടേണ്ടതില്ല, ദുഃഖിക്കേണ്ടതില്ല. എന്നിട്ടൊരു സന്തോഷ വാർത്ത അറിയിച്ചു കൊടുക്കുകയാണ്. വബ്ശിറൂ ബിൽ ജന്നത്തി അല്ലതി കുൻതും തുഅദൂൻ, നിങ്ങളോട് വാഗ്ദാനം ചെയ്തുകൊണ്ടിരുന്നിട്ടുള്ള ആ സ്വർഗം കൊണ്ട് നിങ്ങൾ സന്തോഷം അടഞ്ഞുകൊള്ളു എന്ന്. ഒരു മുഅ്മിനിന്റെ മരണവേളയിൽ മലക്കുകൾ ഇറങ്ങി വന്നിട്ട് സമാധാനത്തിന്റെ, ആശ്വാസത്തിന്റെ വാക്കുകൾ പറയുകയാണ്. എന്നിട്ട് സ്വർഗം കൊണ്ടുള്ള സന്തോഷ വാർത്ത അറിയിക്കുകയാണ്. എത്ര മനോഹരമായ ഒരു കാഴ്ചയായിരിക്കും, എത്ര മനോഹരമായ ഒരു രംഗമായിരിക്കും അത്. ഒന്ന് ആലോചിച്ച് നോക്കുക. അത്തരത്തിലുള്ള ആളുകൾക്ക്, അള്ളാഹുവിനെ അനുസരിച്ച, തിന്മകൾ പ്രവർത്തിക്കാത്ത, നന്മയിൽ മുഴുകിയ ആളുകൾക്ക് ഈ ലോകത്ത് ഉപേക്ഷിച്ചു പോകുന്നതിനെ പറ്റി യാതൊരു ദുഃഖം ഉണ്ടാവില്ല, ഒരു പ്രശ്നം ഉണ്ടാവില്ല, ഒരു പ്രയാസം ഉണ്ടാവില്ല. അതുപോലെ തന്നെ ഇനി വരാനിരിക്കുന്ന ലോകത്തെ പറ്റിയിട്ട് യാതൊരു ഭയപ്പാടുണ്ടാവില്ല. കാരണം എന്താ? അവരുടെ അടുക്കൽ അമലുകളുണ്ട്, സൽക്കർമ്മങ്ങളുണ്ട്, അള്ളാഹുവിനെ അനുസരിച്ച് ജീവിച്ചിട്ടുണ്ട്, അള്ളാഹു പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായി ചെയ്തിട്ടുണ്ട്. എന്നാൽ അള്ളാഹുവിനെ അനുസരിക്കാതെ തിന്മകൾ പ്രവർത്തിച്ചവരുടെ മരണം അതും എപ്രകാരമായിരിക്കുമെന്നും സൂറത്തുൽ അൻആമിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. വലൗ തറാ ഇദി ളാലിമൂന ഫീ ഗമറാത്തിൽ മൗത്ത് വൽ മലായികതു ബാസിതു ഐദീഹിം അഖ്രിജൂ അൻഫുസകും അൽയൗമ തുജ്സൗന അൽഅദാബ അൽഹൂന ബിമാ കുൻതും തഖൂലൂന അലല്ലാഹി ഗൈറൽ ഹഖ് വകുൻതും അൻ ആയാതിഹി തസ്തക്ബിറൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ പ്രവാചകരോട് പറഞ്ഞു കൊടുക്കുകയാണ്, അക്രമികളായ ആളുകൾ, തിന്മകൾ പ്രവർത്തിച്ച ആളുകൾ, അവന്റെ മരണവേള എപ്രകാരമായിരിക്കുമെന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ അതെന്തൊരു ഭയങ്കരമായ കാഴ്ച തന്നെയായിരിക്കും. അവരുടെ മരണവേളയിലും മലക്കുകൾ ഇറങ്ങി വരുന്നതാണ്. എന്നിട്ട് അവരുടെ നേരെ തങ്ങളുടെ കരങ്ങൾ നീട്ടിയിട്ട് അവരുടെ ആത്മാക്കളെ പിടിച്ചു പറിച്ചു കൊണ്ടുപോകുന്നതാണ്. അവരുടെ ആത്മാക്കളെ പിടിച്ചു പറിച്ചു കൊണ്ടുപോകുന്നതാണ്. എന്നിട്ട് പറയും, അൽയൗമ തുജ്സൗനൽ അദാബൽ ഹൂൻ, ഇന്ന് ഈ ദിവസം നിങ്ങൾക്ക് നിന്ദരുടെ ശിക്ഷ പ്രതിഫലമാണ്. നിങ്ങൾ അല്ലാഹുവിന്റെ പേരിൽ അൽയൗമ തുജ്സൗനൽ അദാബൽ ഹൂൻ ബിമാ കുൻതും തഖൂലൂന അലല്ലാഹി ഗൈറൽ ഹഖ്, അല്ലാഹുവിന്റെ പേരിൽ യാഥാർത്ഥ്യമല്ലാത്തത് പറഞ്ഞു നടക്കുകയും അവന്റെ ആയത്തുകളെ സംബന്ധിച്ചിട്ട്, ദൃഷ്ടാന്തങ്ങളെ സംബന്ധിച്ചിട്ട്, അനുഗ്രഹങ്ങളെ സംബന്ധിച്ചിട്ട് അഹംഭാവം നടിക്കുകയും ചെയ്തിട്ടുള്ള ആളുകൾക്ക് ഇന്ന് യാതൊരു സഹായകനുമില്ല. ഇന്ന് നിങ്ങൾക്ക് നിന്ദരുടെ ശിക്ഷ പ്രതിഫലമാണെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. സൽക്കർമ്മങ്ങൾ ചെയ്യാൻ നമ്മുടെ മുമ്പിൽ ഒരുപാട് അവസരങ്ങൾ ഉണ്ടായിട്ട് അതൊക്കെ വേണ്ടാന്ന് വെച്ചിട്ട് അറിഞ്ഞുകൊണ്ട് ഒഴിവാക്കിയ ആളുകൾക്ക് കുറ്റബോധം തോന്നുന്ന, നഷ്ടബോധം തോന്നുന്ന ഒരു വേളയാണ് ആ മരണവേള എന്ന് പറയുന്നത്. ആ സമയത്ത് അള്ളാഹുവോട് വിലപിച്ചത് കൊണ്ടോ വാഗ്ദാനം ചെയ്തതുകൊണ്ടോ യാതൊരു കാര്യമുണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കുക. ആ സമയത്ത് ഇത്രയും കാലം നമുക്ക് ജീവിക്കാനുള്ള ആയുസ്സ നൽകി, എന്നിട്ട് മരണവേളയിൽ വെച്ചിട്ട് അള്ളാഹുവിനോട് പറയാണ്, അള്ളാഹുവെ ഞാൻ അള്ളാഹുവോട് വിലപിക്കുകയാണ്, വാഗ്ദാനം ചെയ്യുകയാണ്. ആ ഒരു വാഗ്ദാനം അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ മുനാഫിഖൂനിലൂടെ നമുക്കത് പഠിപ്പിച്ചു തരുന്നുണ്ട്. വഅൻഫിഖൂ മിമ്മാ റസഖനാകും മിൻ ഖബ്ലി അൻ യഅതിയ അഹദകുമുൽ മൗത്ത്. അല്ലാഹു പറയാണ്, അല്ലാഹു നമുക്ക് ഒരുപാട് കാര്യങ്ങൾ തന്നിട്ടുണ്ട്, അത് നിങ്ങൾ നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് ചെലവഴിക്കുക. എന്നിട്ട് പറയുകയാണ്, നിങ്ങളിൽ ഒരാൾക്ക് മരണം വന്നെത്തുമ്പോൾ പറയും, അല്ലാഹുവേ അടുത്തൊരവധി വരേക്കും എന്നെ നീ പിന്തിപ്പിച്ചതാ.
വഅൻഫിഖൂ മിമ്മാ റസഖ്നാകും മിൻ ഖബ്ലി അൻ യഅതിയ അഹദകുമുൽ മൗത്ത് ഫയഖൂലു റബ്ബി ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ്. അല്ലാഹുവേ, അടുത്തൊരു അവധി വരേക്കും എന്നെ നീ നീട്ടിത്താ, എന്റെ ആയുസ് നീ നീട്ടിത്താ. ഒരു ദിവസമാണെങ്കിൽ ഒരു ദിവസം, ഒരാഴ്ചയെങ്കിലും എനിക്ക് നീട്ടിത്താ. ഞാൻ സ്വതക്ക ചെയ്ത്, ഇവിടെ പറയുന്നത് സ്വതക്ക ചെയ്ത് സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാമെന്നാണ്. മരണവേളയിൽ അള്ളാഹുവോട് വാഗ്ദാനം ചെയ്യുകയാണ്, അള്ളാഹുവേ, കുറച്ചും കൂടെ ആയുസ് എനിക്ക് നീട്ടിത്താ. ഞാൻ അമല് ചെയ്യാം, ദാനധർമ്മങ്ങൾ ചെയ്യാം, സ്വതക്ക ചെയ്യാം, എന്നിട്ട് സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ ഉൾക്കൊള്ളാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഓരോ ആളുകളും ഈ ലോകത്ത് ജനിച്ച അന്ന് തന്നെ അവന്റെ മരണവും അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അതിൽ നിന്നും ഒന്ന് മുന്നോട്ടോ ഒന്ന് പിന്നോട്ടോ ഒരു സെക്കൻഡ് പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല മാറ്റുകയില്ല. ഈ സമയത്തും അവിടെ വാഗ്ദാനം ചെയ്യുന്നത് എന്താണ്? സ്വതക്ക ചെയ്ത്, ദാനധർമ്മം ചെയ്ത് അല്ലാഹു സൽക്കർമ്മങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാമെന്നാണ്. സൽക്കർമ്മികളുടെ കൂട്ടത്തിൽ. ഇതിലൂടെ നമുക്ക് സ്വതക്കയുടെ പ്രാധാന്യം മനസ്സിലാക്കണം. മരണവേളയിൽ അല്ലാഹുവോട് വാഗ്ദാനം ചെയ്യുന്നത് ദാനധർമ്മ വാഗ്ദാനമാണ്. നാം നേരത്തെ പറഞ്ഞു വെച്ചല്ലോ, സൽക്കർമ്മങ്ങൾ ചെയ്യാൻ ഒരുപാട് അവസരങ്ങൾ ഉണ്ടായിട്ട് അതൊക്കെ ഉപേക്ഷിച്ച ആളുകൾ വളരെ പ്രയാസത്തോടെ, വളരെ ദുഃഖത്തോടെ നിൽക്കുന്ന ഒരു അവസ്ഥയായിരിക്കും അത്. ഒരിക്കലും അവസരങ്ങൾ നമ്മെ കാത്തിരിക്കൂല. നമ്മുടെ മുമ്പിൽ കാണുന്നത് നന്മകളാണെങ്കിൽ അത് കൃത്യമായിട്ട് പിന്തിപ്പിക്കാതെ, പിന്നീട് ചെയ്യാമെന്ന് വെക്കാതെ, നമ്മുടെ മുമ്പിൽ കാണുന്ന നന്മകൾ, അത് ചെറുതോ വലുതോ എന്തുമാവട്ടെ, ആ നന്മ കൃത്യസമയത്ത് യഥാസമയത്ത് തന്നെ ചെയ്യാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അല്ലാതെ ഇത്തരത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ പരിചയപ്പെടുത്തിയ രീതിയിൽ നാം വിലപിച്ചത് കൊണ്ട്, വാഗ്ദാനം ചെയ്തത് കൊണ്ട് നമുക്ക് യാതൊരു പ്രയോജനവുമില്ല, യാതൊരു കാരണവുമില്ല. ആ മരണത്തിന് ശേഷം നമുക്കൊരു യാത്ര പോകാനുണ്ട്. യാത്ര പോകാൻ നമുക്കൊരു വാഹനമുണ്ട്. പക്ഷെ നാം ആയിരിക്കൂല ആ വാഹനം ഓടിക്കുന്നത്. ഏത് സമയത്ത് പുറപ്പെടണമെന്ന് നിശ്ചയിക്കുന്ന നാം ആയിരിക്കൂല. ഏത് ദിക്കിലൂടെ പോകണമെന്ന് തീരുമാനിക്കുന്ന നാം ആയിരിക്കൂല. നമ്മുടെ മക്കള്, നമ്മുടെ കുടുംബക്കാര്, നമ്മുടെ അയൽവാസികൾ, നമ്മുടെ സുഹൃത്തുക്കൾ മറ്റായേക്കാം. മയ്യത്ത് കട്ടിൽ കിടന്നുകൊണ്ട് 3 വെള്ള കഷ്ണം തുണിയിൽ പൊതിഞ്ഞ് മയ്യത്ത് കട്ടിൽ കിടന്നുകൊണ്ട് 6 മണ്ണിലേക്കുള്ള ആ ഖബർസ്ഥാനിലേക്കുള്ള യാത്ര. ആ മയ്യത്ത് കട്ടിൽ കിടക്കുന്നത് നന്മകൾ പ്രവർത്തിച്ച, അള്ളാഹുവിനെ അനുസരിച്ച, പ്രവാചകനെ അനുസരിച്ച ഒരു വ്യക്തിയാണ്, ഒരു മയ്യത്താണ് ആ മയ്യത്ത് കട്ടിൽ കിടക്കുന്നതെങ്കിൽ ആ മയ്യത്ത് അവിടെ നിന്ന് വിളിച്ചു പറയും, ഖദ്ദിമൂനി ഖദ്ദിമൂനി, എന്നെ എത്രയും പെട്ടെന്ന് കൊണ്ടുപോയി, എന്നെ എത്രയും പെട്ടെന്ന് കൊണ്ടുപോയി മറമാടാൻ. വളരെ സന്തോഷത്തോടെ, ഒരു പ്രയാസമില്ലാതെ വളരെ സന്തോഷത്തോടെ അവൻ ആ മയ്യത്ത് കട്ടിലിൽ നിന്ന് വിളിച്ചു പറയുകയാണ്. യാതൊരു ഭയമില്ല. അള്ളാഹുവിന്റെ അടുക്കലേക്ക് പോകാൻ ധൃതിയാണ്. അള്ളാഹുവിന്റെ അടുക്കലെത്താൻ വളരെ ആഹ്ലാദത്തോടു കൂടി ഇരിക്കുകയാണ്. കാരണം ഈ ദുനിയാവിൽ ജീവിക്കുമ്പോൾ അവസരങ്ങൾ പാഴാക്കാതെ നന്മകളിൽ മുഴുകിയ ആളുകൾക്ക് മാത്രമേ അങ്ങനെ പറയുവാൻ സാധിക്കുകയുള്ളൂ. നമുക്കും അത്തരത്തിലുള്ള ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടേണ്ട സഹോദരന്മാരെ. എന്നാൽ ആ മയ്യത്ത് കട്ടിൽ കിടക്കുന്നത് തിന്മകൾ പ്രവർത്തിച്ച, അള്ളാഹുവിനെ അനുസരിക്കാത്ത ഒരുവനാണെങ്കിൽ, ഒരു മയ്യത്താണെങ്കിൽ, തിന്മകളുടെ പ്രചാരകനായി, ആരും കാണില്ല, ആരും അറിയില്ല എന്ന് കണക്കുകൂട്ടി ഒരുപാട് തിന്മകൾ ചെയ്ത ഒരു മയ്യത്താണ് മയ്യത്ത് കട്ടിൽ കിടക്കുന്നതെങ്കിൽ അവൻ ആ മയ്യത്ത് കട്ടിൽ കിടന്നുകൊണ്ട് അട്ടഹസിക്കും, യാ വൈലഹു ഐന തദ്ഹബു നബി, എന്റെ നാശം എവിടേക്കാണ് എന്നെ കൊണ്ടുപോകുന്നത്, എന്റെ നാശം. അവൻ ആ മയ്യത്ത് കട്ടിൽ കിടന്നുകൊണ്ട് അട്ടഹസിക്കുന്നതാണ്. വളരെ പ്രയാസത്തോടെ, വേദനയോടെ, ദുഃഖത്തോടെ അവൻ ആ മയ്യത്ത് കട്ടിൽ കിടന്നുകൊണ്ട് അട്ടഹസിക്കും. ഈ ഭൂലോകത്തുള്ള മനുഷ്യരല്ലാത്ത മറ്റു മുഴുവൻ ജീവജാലങ്ങളും അവന്റെ അട്ടഹാസം കേൾക്കും. മനുഷ്യനെങ്ങാനും അത് കേട്ടിരുന്നെങ്കിൽ മനുഷ്യന്റെ ബോധം പോയി ബോധരഹിതനായനെ. അത്രയും പ്രയാസത്തോടു കൂടെയുള്ള, വളരെ ദുഃഖത്തോടു കൂടെയുള്ള അട്ടഹാസമായിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ മരണവും ഖബർ ജീവിതവും കഴിഞ്ഞ് നാളെ അല്ലാഹുവിന്റെ അടുക്കൽ പരലോകത്ത് ഉയർത്തെഴുന്നേൽപ്പിന്റെ വേളയിൽ ഒരാളുകളുടെ കൈകളിലേക്കും, ഖബർ ജീവിതത്തിൽ ഖബറിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചിട്ട് ഒരാളുകളുടെ കൈകളിലേക്കും ഓരോ ഗ്രന്ഥം നൽകും. ഒരാളുകളുടെ കൈകളിലേക്കും ഒരു കൈപുസ്തകം നൽകും. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ കഹ്ഫിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. വൗദിഅൽ കിതാബു ഫതറൽ മുജ്രിമീന മുഷ്ഫിഖീന മിമ്മാ ഫീഹി ഫയഖൂലൂന യാ വൈലതനാ മാ ലിഹാദൽ കിതാബ് ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹാ വവജദു മാ അമിലു ഹാദിറാ വലാ യുദ്ലിമു റബ്ബുക അഹദാ. ഓരോരുത്തന്റെ കയ്യിലും അവന്റെ നന്മ തിന്മകൾ രേഖപ്പെടുത്തിയ ഗ്രന്ഥങ്ങൾ നൽകും, ഒരു കൈപുസ്തകം. ആ ഗ്രന്ഥം ലഭിക്കുമ്പോഴും
അവിടെ വെച്ചുകൊണ്ടും തിന്മകൾ പ്രവർത്തിച്ച ആളുകൾ, അക്രമിയായ ആളുകൾ അവിടെ വെച്ചുകൊണ്ടും ഭയപ്പാടോടുകൂടെ വിലപിക്കുന്നത് കാണുവാൻ സാധിക്കും. എന്നിട്ട് അവർ പറയും, ഫയഖൂലൂന യാ വൈലതനാ മാ ലിഹാദൽ കിതാബ്, ഞങ്ങളുടെ നാശം, എന്തൊരു ഗ്രന്ഥമാണിത്, എന്തൊരു അത്ഭുതത്തിന്റെ ഗ്രന്ഥമാണിത്. ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹാ, ചെറിയതോ വലിയതോ ആയ യാതൊരു കാര്യം പോലും ഇതിൽ നിന്ന് ഒഴിഞ്ഞു പോയിട്ടില്ലല്ലോ. നമ്മൾ ഈ ദുനിയാവിൽ ജീവിക്കുമ്പോൾ എന്തൊക്കെ ചെയ്യുന്നോ ആരും കാണില്ല, ആരും അറിയില്ല എന്ന് കണക്കുകൂട്ടി നാം ചെയ്യുന്ന തിന്മകൾ, നിസാരവൽക്കരിക്കുന്നത്, നമ്മുടെ സുഹൃത്തുക്കളെ നിസാരവൽക്കരിക്കുന്നത് നമ്മുടെ നിസാരമാണെന്ന് കരുതും. പക്ഷേ സുബ്ഹാനല്ലാഹ്, വവജദൂ മാ അമിലൂ ഹാദിറാ, ഈ ദുനിയാവിൽ ജീവിക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ പ്രവർത്തിച്ചോ അത് കൃത്യമായിട്ട് ഒന്നും തന്നെ കുറഞ്ഞു പോകാതെ ആ ഗ്രന്ഥത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. എന്നിട്ട് അല്ലാഹ് പറയുന്നുണ്ട്, വലാ യുദ്ലിമു റബ്ബുക അഹദാ, നിന്റെ റബ്ബ് ആരോടും അനീതി കാണിക്കുകയില്ല. അങ്ങനെ ആ വിചാരണയ്ക്ക് ശേഷം നന്മ ചെയ്ത ആളുകളെ ആ സമാധാനപൂരിതമായ ആ സ്വർഗത്തിലേക്ക് അയക്കുകയും തിന്മ ചെയ്ത ആളുകളെ ആ കത്തിയെരിയുന്ന തീക്കുണ്ടാരമായ നരകത്തിലേക്ക് വലിച്ചെറിയുന്നത് കാണുമ്പോൾ അവിടെ വെച്ചും ഇത്തരത്തിൽ തിന്മകൾ പ്രവർത്തിച്ച ആളുകൾ അത് കാണുമ്പോഴും അള്ളാഹുവോട് വീണ്ടും വിലപിക്കുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ പറയുന്നുണ്ട്, അവർ പറയുന്ന കാര്യം, ഞങ്ങളുടെ റബ്ബേ, ഞങ്ങളിത് കാണുകയും കേൾക്കുകയും ചെയ്തു, തിന്മ ചെയ്ത ആളുകളെ നരകത്തിലേക്ക് വലിച്ചെറിയുന്നത് ഞങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്തു. അതുകൊണ്ട് ഞങ്ങളിൽ നിന്ന് മടക്കി തരണമേ, ഞങ്ങൾ സൽക്കർമ്മങ്ങൾ ചെയ്യാം, അമലുകൾ ചെയ്യാം, ദാനധർമ്മം ചെയ്യാം, നിന്നിൽ ദൃഢമായി വിശ്വസിക്കാം. ആ വേളയിലും അവർ അള്ളാഹുവോട് വീണ്ടും കേണപേക്ഷിക്കുന്നതാണ്. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഒരു വിലാപം, ആ ഒരു വാഗ്ദാനം സ്വീകരിക്കുകയില്ല, തള്ളിക്കളയുന്നതാണ്. നിശ്ചയമായും ഈ ലോകത്ത്, ഈ ദുനിയാവിൽ ജീവിക്കുമ്പോൾ തിന്മ വാരിക്കൂട്ടിയ ആളുകളെ ആ കത്തിയെരിയുന്ന നരകത്തിലേക്ക്, ഏറ്റവും നിന്ദ്യമായ നരകത്തിലേക്ക് വലിച്ചെറിയുക തന്നെ ചെയ്യും. യാഥാർത്ഥ്യമാണ്. അവരാ നരകത്തിലെത്തിയതിനു ശേഷം ആ നരകത്തിൽ വെച്ചും അവർ അള്ളാഹുവോട് വീണ്ടും കേണപേക്ഷിക്കും, അള്ളാഹു ഒന്ന് മടക്കി തരണമേ, ഞാൻ അമലുകൾ ചെയ്യാം, എനിക്ക് 2 ദിവസം കൊടുത്താൽ ഞാൻ ചെയ്യാം, ഞാൻ നിന്നിൽ ദൃഢമായി വിശ്വസിക്കാം. ആ നരകത്തിൽ വെച്ചിട്ടോ അവർ അള്ളാഹുവോട് ഇത്തരത്തിൽ വാഗ്ദാനം ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ എത്ര മനോഹരമായിട്ടാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. സൂറത്തുൽ ഫാത്തിറിലൂടെ അല്ലാഹു പറയുകയാണ്, അവലം നുഅമ്മിറുകും മാ യതദക്കറു ഫീഹി മൻ തദക്കർ വജാഅകുമുൻ നദീർ ഫദൂഖു ഫമാ ലിദ്ദാലിമീന മിൻ നസീർ. ഉറ്റാലോചിക്കുന്നവർക്ക് ഉറ്റാലോചിക്കാവുന്നത്ര ആയുസ് നാം നിങ്ങൾക്ക് നൽകിയില്ലേ? ഈ ഒരു പുരുഷായുസ് മുഴുവൻ അന്ന് നമുക്ക് നൽകിയില്ലേ? നമുക്ക് എത്ര വയസ്സായി? ഈ ഒരു ആയുസ് മുഴുവൻ അന്ന് നമുക്ക് നൽകിയില്ലേ? അള്ളാഹുവിനെ മനസ്സിലാക്കി ജീവിക്കാൻ, അവനെ ഓർത്തുകൊണ്ട് ജീവിക്കാൻ, അവന്റെ കൽപ്പന അനുസരിച്ച് ജീവിക്കാൻ ഈ ഒരു പുരുഷായുസ് മുഴുവൻ നാം നിങ്ങൾക്ക് നൽകിയില്ലേ? അള്ളാഹ് പറയുകയാണ് ഖുർആനിലൂടെ, വജാഅകുമുൻ നദീർ, മുന്നറിയിപ്പ് നൽകുന്ന ഒരുപാട് ആളുകൾ നിങ്ങൾക്ക് വന്നില്ലേ? ആഴ്ചകൾ തോറും മിമ്പറിൽ നിന്ന് ഖതീബുമാർ എത്ര മുന്നറിയിപ്പുകളാണ് നൽകുന്നത്. ഖുർആൻ ക്ലാസ്സുകളിലൂടെ, മറ്റു വിജ്ഞാന സദസ്സുകളിലൂടെ എത്ര അറിവുകളാണ്, മുന്നറിയിപ്പുകളാണ് നമുക്ക് ലഭിക്കുന്നത്. വജാഅകുമുൻ നദീർ, എന്നിട്ട് നിങ്ങൾ എന്നെ മനസ്സിലാക്കിയില്ലല്ലോ. ഫദൂഖു ഫമാ ലിദ്ദാലിമീന മിൻ നസീർ, ഇന്നീ ദിവസം തിന്മകൾ പ്രവർത്തിച്ച ആളുകൾക്ക്, അക്രമിയായ ആളുകൾക്ക് യാതൊരു സഹായകനുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുന്ന് പരിപൂർണമായിട്ട് തള്ളിക്കളയുകയാണ്. അതുകൊണ്ട് നമുക്ക് ലഭിക്കുന്ന ഓരോ അവസരവും അത് വിലപ്പെട്ടതാണ്, വെറുതെ പാഴാക്കി കളയരുത്. നന്മകൾ ചെയ്യാൻ, നന്മയിലേക്ക് മുന്നേറാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അത്തരത്തിൽ ഈ ദുനിയവിയായ ജീവിതത്തിൽ പരിപൂർണമായിട്ട് പരിശ്രമിച്ചിട്ട് നാളെ പരലോകത്ത് നമുക്ക് വിശ്രമിക്കാനുള്ളതാണ്. അതുകൊണ്ട് അതിനു വേണ്ടി പ്രയത്നിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. الحمد لله واحد القهار مؤمن الجبار مهيمن الغفار غافر الذنب وقابل التوب له الكتاب وعليه الحساب وإليه الإياب وصلى الله على نبينا محمد صلى الله على آله وأصحابه وسلم تسليما كثيرا أوصيكم إياي ثانيا بتقوى الله. പ്രിയ നിറഞ്ഞ വിശ്വാസിനികളെ, സർവ്വലോക രക്ഷിതാവായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ നിഖില മേഖലകളിൽ പാലിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടെ ഓർമ്മപ്പെടുത്തുകയാണ്, ഉണർത്തുകയാണ്. നാം പറഞ്ഞു വെച്ചല്ലോ, നമ്മുടെ ഈ ദുന്യവ്യായ ജീവിതം എന്ന് പറയുന്നത് പരിശ്രമിക്കാനുള്ളതാണ്, വിശ്രമിക്കാനുള്ളതല്ല. വിശ്രമം നാളെ പരലോകത്ത് അള്ളാഹുവിൻ്റെ അടുക്കലുള്ള ആ പരലോകത്തിലാണ്. അവിടെ വിശ്രമിക്കണമെങ്കിൽ ഈ ദുനിയാവിൽ കൃത്യമായിട്ട് നന്മയിൽ മുന്നേറി അമലുകൾ ചെയ്ത് സൽക്കർമ്മങ്ങൾ ചെയ്ത് ഉന്നതരാവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്.
ശുദ്ധമായ വിശ്വാസം കൊണ്ട്, നിഷ്കളങ്കമായ അമലുകൾ കൊണ്ട് നാം നമ്മുടെ ജീവിതത്തെ ധന്യമാക്കി മാറ്റണം. പ്രിയമുള്ള വിശ്വാസികളെ, നാം എല്ലാവരും മനുഷ്യരാണ്, ആദമിന്റെ സന്തതികളാണ്. പാപങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും, തെറ്റുകൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഏറ്റവും ഇഷ്ടം തെറ്റ് വന്നിട്ട് അത് തെറ്റാണെന്ന് മനസ്സിലാക്കിയിട്ട് തൗബ ചെയ്ത് അള്ളാഹുലേക്ക് അടുക്കുന്ന, അള്ളാഹുലേക്ക് മടങ്ങുന്ന ആളുകളെയാണ്. തെറ്റാണെന്ന് മനസ്സിലാക്കിയിട്ട് അത് തിരുത്തിയിട്ട് തൗബ ചെയ്ത് അള്ളാഹുലേക്ക് മടങ്ങുന്ന ആളുകളെയാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടം. നമുക്ക് ഒരു കാര്യം മനസ്സിലായി, നാം ചെയ്യുന്നത് ഒരു തെറ്റാണെന്ന് മനസ്സിലായിട്ട് വീണ്ടും അത് ആവർത്തിച്ച് ചെയ്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ നിന്ന് കഠിനമായ ശിക്ഷ നമുക്ക് ലഭിക്കും. അതുകൊണ്ട് വളരെയേറെ സൂക്ഷിക്കുക. വന്നുപോയ പാപങ്ങൾക്ക് എത്രയും പെട്ടെന്ന് തൗബ ചെയ്ത് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചിട്ട് അള്ളാഹുവിലേക്ക് മടങ്ങുക. നമ്മുടെ മരണം തൊണ്ടക്കുഴിയിൽ എത്തുന്നത് വരെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല തൗബ സ്വീകരിക്കുക. നമുക്ക് ആർക്കും അറിയില്ല നമ്മുടെ അജലെപ്പോഴാണ് അല്ലാഹു നിശ്ചയിച്ചു വെച്ചിട്ടുള്ളതെന്ന്. നാം ഓരോ പ്രവൃത്തി ചെയ്യുമ്പോൾ ഇതെന്റെ അവസാനത്തെ പ്രവൃത്തിയാണ്, ഓരോ നമസ്കാരം നിർവഹിക്കുമ്പോൾ ഇതെന്റെ അവസാനത്തെ നമസ്കാരമാണെന്നുള്ള ആ ഒരു ഗൗരവത്തോടുകൂടെ കൃത്യമായിട്ടായിരിക്കണം നമ്മുടെ നമസ്കാരങ്ങളെയും മറ്റു പ്രവൃത്തികളെയും ചെയ്യേണ്ടത്. അതുകൊണ്ട് വന്നുപോയ പാപങ്ങൾക്ക് ആത്മാർത്ഥമായിട്ട് തൗബ ചെയ്ത് അള്ളാഹുവിലേക്ക് മടങ്ങുക. നിശ്ചയമായിട്ടും നല്ല രീതിയിൽ ആത്മാർത്ഥമായിട്ട് തൗബ ചെയ്യുന്ന ആളുകളുടെ തൗബ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിച്ചിട്ട് അവർക്ക് പുറത്തു നൽകുന്നതാണ്. അതുകൊണ്ട് അതിനു വേണ്ടിയിട്ട് പെട്ടെന്ന് തന്നെ ഈ ഒരു നമ്മുടെ ജുമാ നമസ്കാരത്തിന് ശേഷം തന്നെ നമ്മിൽ നിന്ന് വന്നുപോയ പാപങ്ങൾ അള്ളാഹുവിനെ അത് പുറത്തു തരണമേ. ചെറുതും വലുതുമായ, അറിഞ്ഞും അറിയാതെയുമുള്ള, ഒറ്റയ്ക്കും പരസ്യമായിട്ടും, അങ്ങനെ എല്ലാം അള്ളാഹുവോട് എടുത്തു പറഞ്ഞ് ആ തൗബ ചെയ്ത് അള്ളാഹുവിലേക്ക് മടങ്ങുക. അങ്ങനെ പ്രാർത്ഥനയ്ക്ക് ശേഷം, തൗബയ്ക്ക് ശേഷം നാം വീണ്ടും ഒരിക്കലും ആ ഒരു തെറ്റിലേക്ക് മടങ്ങി വരാൻ പാടില്ല. അങ്ങനെ മടങ്ങി വരികയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ നിന്ന് ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വരും. അതുകൊണ്ട് വളരെ ഗൗരവത്തിലെടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ വിശ്വാസത്തിൽ, നമ്മുടെ സ്വഭാവം, നമ്മുടെ സംസ്കാരം, നമ്മുടെ സംസാരങ്ങൾ, ഇതിലൊക്കെ എന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്തേണ്ടതുണ്ടോ എന്ന് നമ്മളൊന്നൊരു ആത്മവിചിന്തനം നടത്തുക. നാം ചെയ്യുന്നതൊക്കെ ശരിയായ രീതിയിലാണോ നമ്മളൊന്ന് പരിശോധിക്കുക. എന്നിട്ട് ഖുർആനും അതുപോലെ ഹദീസും പറഞ്ഞു തരുന്ന, പ്രമാണങ്ങൾ പറഞ്ഞു തരുന്ന നേരായ വഴിയിലൂടെ സഞ്ചരിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അല്ലാത്ത പക്ഷം ഇതൊക്കെ വൈകിപ്പിച്ച് വെച്ചാൽ നമുക്കറിയില്ല നമ്മുടെ അജൽ എപ്പോഴാണെന്ന്, അല്ലാഹു നിശ്ചയിച്ചത് എപ്പോഴാണെന്ന്, മരണം എപ്പോഴാണെന്ന് അറിയില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ അതിലൊക്കെ ഒരു മാറ്റം വരുത്തുക. അല്ലാത്ത പക്ഷം നിരന്തരമായ ഖേദത്തിനും ദുഃഖത്തിനും നമ്മൾ കാരണക്കാരായി മാറും. അതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനില് സത്യവിശ്വാസികളെ വിളിച്ചുകൊണ്ട് ഒരു മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ഹേ വിശ്വസിച്ച ആളുകളെ, ഹേ മുഅ്മിനീങ്ങളെ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കേണ്ടുന്ന മുറപ്രകാരം അവനെ സൂക്ഷിക്കുക. അള്ളാഹുവിനെ സൂക്ഷിക്കേണ്ടുന്ന മുറപ്രകാരം അവനെ സൂക്ഷിക്കുക. എന്നിട്ട് പറയുന്നുണ്ട് വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, നിങ്ങൾ മുസ്ലിമീങ്ങളായിക്കൊണ്ടല്ലാതെ മരണമടയുകയും ചെയ്യരുത് എന്ന്. ഈ ഒരു ആയത്തിന്റെ ഗൗരവം ഈ ഒരു ആയത്ത് വളരെ ഗൗരവത്തിൽ നാം എടുക്കേണ്ടതുണ്ട്. അള്ളാഹുവിനെ സൂക്ഷിക്കേണ്ടുന്ന മുറപ്രകാരം അവനെ സൂക്ഷിച്ചിട്ട് വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, നിങ്ങൾ മുസ്ലിമീങ്ങളായിക്കൊണ്ടല്ലാതെ മരണമടയുകയും ചെയ്യരുത്. നാം ജീവിക്കുമ്പോൾ മുസ്ലിമായി നാം ജീവിച്ച് ഒരുപാട് അമലുകൾ ചെയ്തു, സാമൂഹ്യ സേവനം അനുഷ്ഠിച്ചു, മറ്റുള്ളവരെ സഹായിച്ചു, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. പക്ഷെ മരിക്കുന്ന വേളയിൽ നാം മുസ്ലിം അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ അടുക്കൽ യാതൊരു വില ഉണ്ടാവില്ല. അതുകൊണ്ട് വളരെയേറെ ഗൗരവത്തിൽ നമ്മുടെ ഈ സമൂഹം മാറി വരികയാണ്. സമൂഹത്തിലുള്ള നമ്മുടെ വീട്ടിലുള്ള ആളുകൾക്ക്, കുടുംബക്കാർക്ക്, അതുപോലെ തന്നെ സുഹൃത്തുക്കൾക്ക്, എല്ലാവർക്കും നാം ഒരു ബോധനം നൽകുക. നാം മുസ്ലിമായി ജീവിച്ച് മുസ്ലിമായി തന്നെ മരിക്കണം. നല്ല ദീനീപരമായ കുടുംബത്തിൽ നിന്ന് വളർന്നു വരുന്ന ആളുകൾ, എത്രയോ ആളുകളാണ് ഇസ്ലാമിൽ നിന്ന് പുറത്തേക്ക് പോകുന്നത്. വളരെയേറെ ഗൗരവത്തിലെടുക്കേണ്ട കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. ഈ ആയത്തിന്റെ വിശദീകരണമായിട്ട് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായി നമുക്ക് കാണുവാൻ സാധിക്കും. യഥാർത്ഥ തഖ്വ എന്നത് അത് അല്ലാഹുവിനെ അനുസരിക്കലാണ്, അവനെ ധിക്കരിക്കലല്ല. ഏതൊരു കാര്യം ചെയ്യുമ്പോൾ, ഏതൊരു പ്രവൃത്തി ചെയ്യുമ്പോൾ അതിൽ അല്ലാഹുവിന്റെ വിധി എന്താണ് അതനുസരിച്ച് ചെയ്യലാണ്, അതിനെ ധിക്കരിക്കലല്ല. അവനെ ഓർക്കലാണ്, മറക്കലല്ല. അള്ളാഹുവിനെ ഓർക്കലാണ്, മറക്കലല്ല. ഏതൊരു കാര്യം ചെയ്യുമ്പോഴും നമ്മൾ ഒറ്റയ്ക്കായിരിക്കും, ഒന്ന് ഓർത്തു നോക്കുക. അള്ളാഹു ഇത് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടോ, അള്ളാഹു ഇത് ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുണ്ടോ എന്ന് ഓർക്കുക. അവനെ മറക്കലല്ല. അള്ളാഹുവിനെ ഓർക്കലാണ്, അവനെ മറക്കലല്ല യഥാർത്ഥ തഖ്വ. അള്ളാഹുവിന് നന്ദി കാണിക്കലാണ്, നന്ദി കേട് കാണിക്കലല്ല. നാം ഈ അനുഭവിക്കുന്ന ഈ സുഖലോലുപതയില്ലേ, അള്ളാഹുവിന്റെ ഈ മഹനീയമായ അനുഗ്രഹങ്ങൾ, ഇതിന് അള്ളാഹുവിന് എത്ര ശുക്ർ ചെയ്താലും മതിയാവുകയില്ല. അതുകൊണ്ട് അവന് നന്ദി കാണിക്കുക, നന്ദി കേട് കാണിക്കരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല
നമ്മുടെ അമലുകൾ സ്വീകരിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ നമ്മൾ ജീവിതത്തിൽ ചിട്ടയായിട്ട് കൊണ്ടുവരേണ്ട ചില കാര്യങ്ങൾ നമുക്ക് സാധിക്കുവാണെങ്കിൽ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും സുന്നത്ത് നോമ്പുകൾ അനുഷ്ഠിക്കുക. ആദ്യം അത് എടുക്കുമ്പോൾ ചെറിയ പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും, എന്നാലും പിന്നെ അതൊരു ശീലമാക്കി വന്നാൽ നല്ല രീതിയിൽ നമുക്ക് എടുക്കുവാൻ സാധിക്കും. പിന്നെ അതുപോലെ തന്നെ ഖുർആൻ പാരായണം, സുബഹി നമസ്കാരത്തിന് ശേഷവും മഗ്‌രിബ് നമസ്കാരത്തിന് ശേഷം അല്പമെങ്കിലും ഖുർആനിൽ നിന്ന് മനസ്സിരുത്തി ഒന്ന് ഓതുക. അതുപോലെ നല്ല സംസാരം, ദേഷ്യത്തെ വെടിഞ്ഞുകൊണ്ട്, ദേഷ്യം വരുമ്പോൾ അവിടെ ക്ഷമ പാലിച്ചുകൊണ്ട് നല്ല രീതിയിലുള്ള സംസാരം, ആൾക്കാരുടെ നല്ല രീതിയിലുള്ള സഹവർത്തിത്വം, ഇത്തരത്തിലാകുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. പിന്നെ അള്ളാഹുവായിട്ട് നമുക്ക് ബന്ധം ചേർക്കണമെങ്കിൽ നാം ആദ്യം നമ്മുടെ കുടുംബ ബന്ധം അത് ക്ലിയർ ചെയ്യണം. കുടുംബ ബന്ധത്തിൽ എന്തെങ്കിലുമൊക്കെ തകരാറുണ്ടോ അതൊക്കെ നോക്കിയിട്ട് ആളുകളുമായിട്ട് നല്ല രീതിയിലല്ലേ അവരുടെ വിശേഷങ്ങളൊക്കെ അന്വേഷിച്ച് നല്ല രീതിയിൽ കുടുംബ ബന്ധം പുലർത്തുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് അള്ളാഹുമായിട്ടുള്ള ബന്ധം എളുപ്പം പൂർത്തിയാക്കുവാൻ സാധിക്കും. അതുപോലെ തിന്മയിൽ നിന്ന് പരിപൂർണമായിട്ട് വിട്ടു നിൽക്കുക. ഇത് തിന്മയാണെന്ന് അള്ളാഹ് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇത് നന്മയാണ്, ഇത് തിന്മയാണ്, പ്രവാചകൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ നന്മ സ്വീകരിക്കുക, തിന്മ വിടിയുക, തിന്മയിൽ നിന്ന് വിട്ടു നിൽക്കുക. വന്നുപോയ പാപങ്ങൾക്ക് തൗബ ചെയ്ത് അള്ളാഹുലേക്ക് മടങ്ങുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കുവാനും പഠിക്കുവാനും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഞങ്ങളിൽ നിന്ന് വന്നു പോയിട്ടുള്ള ചെറുതും വലുതുമായ പാപങ്ങളിൽ നീ പുറത്തു തരണേ റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഒരുപാട് ആളുകളുണ്ട് യാ അല്ലാഹ്. അള്ളാഹു അവരുടെ ഖബറിനെ നീ വിശാലമാക്കി കൊടുക്കണേ റഹ്മാനെ. അവർക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകളുണ്ട് യാ അല്ലാഹ്. അവരുടെ രോഗം എത്രയും പെട്ടെന്ന് പൂർണ്ണ ശിഫ നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. കടം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുടെ കടം എത്രയും പെട്ടെന്ന് ദൂരീകരിച്ചു കൊടുക്കണേ റഹ്മാനെ. മുസ്ലിം ആയതിന്റെ പേരിൽ ലോകത്തിന്റെ നാനാഭാഗത്ത് പ്രയാസം അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് യാ അല്ലാഹ്. അവരെല്ലാം നീ സഹായിക്കണേ യാ അല്ലാഹ്. ഒരുപാട് ജോലികൾ ചെയ്യുന്ന ആളുകളാണ് അല്ലാഹുവേ. ഞങ്ങളുടെ ജോലികളിൽ നീ ബർക്കത്ത് ചൊരിയണേ റഹ്മാനെ. സന്താനങ്ങളില്ലാത്ത ആളുകൾക്ക് സ്വാലിഹായ കുളിർമയുള്ള സന്താനങ്ങൾ നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. വിവാഹപ്രായമെത്തിയ ആളുകൾക്ക് സ്വാലിഹായ ഇണയെ നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. അതുപോലെ തന്നെ നമ്മളിൽ നിന്ന് ഉംറയ്ക്ക് പോയിട്ടുള്ള ആളുകളുണ്ട്. അവരുടെ യാത്ര എളുപ്പമാവുവാനും അതുപോലെ അവർക്ക് യാതൊരു പ്രയാസമില്ലാതെ നല്ല രീതിയിൽ ഉംറ നിർവഹിച്ചിട്ട് മടങ്ങി വരുവാനും അല്ലാഹു നീ തൗഫീഖ് നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹാബ്. അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖുലൂബനാ അലാ ദീനിക്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല الشرك والمشركين. اللهم دمر أعداءنا وأعداءك وأعداء الدين. اللهم ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا رب ارحمهما كما ربياني صغيرا. آمين برحمتك يا أرحم الراحمين.